ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ. ഇന്നലെ ലാലേട്ടൻ വന്നു, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാമല്ലേ. ലാലേട്ടൻ വന്നിട്ട് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ട് ചോദിച്ചു, എല്ലാവരുടെയും ഒപ്പീനിയൻ എന്താണെന്നുള്ള രീതിക്ക് ചോദിച്ചു. അതേമാതിരി ഷാനവാസ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. അപ്പോൾ ലാലേട്ടൻ പ്രത്യേകം എടുത്ത് ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഷാനവാസ്, എല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നു. അപ്പോൾ ഷാനവാസ് ഹൗസ് മേറ്റ്സിലുള്ള എല്ലാവരോടും പറഞ്ഞു, ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്, അത്രയും നന്നായിരുന്നു, ഞാൻ നല്ല എനർജി ആയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ഷാനവാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചിട്ട് ഷാനവാസിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, കുരുടിക്ക് കണ്ണു കൊടുത്ത പോലെ എന്നാണ് ഷാനവാസ് പറഞ്ഞ വാക്ക് അക്ബറിനെ കുറിച്ചിട്ട്. ഒരു കണ്ണു കാണാത്തവർക്ക് കണ്ണു കൊടുത്താൽ എങ്ങനെയുണ്ടാവും, ആ രീതിക്കാണ് ബിഹേവിയേഴ്സ് ചെയ്തത് അക്ബർ എന്നുള്ളതിൽ ഷാനവാസ് അവിടെ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. സാബുമാനും നൂറിയും വൻ പരാജയമായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും ഒപ്പീനിയൻ. പിന്നെ ആദിൽ പറഞ്ഞു, പാഴ്മരങ്ങൾക്ക് തുല്യമായിട്ടാണ് ഇവരുടെ ക്യാപ്റ്റൻസി ടാസ്ക് എന്നുള്ളതിൽ ആദിൽ പറഞ്ഞു. പിന്നെ അനുമോള് വൻ ശോകമായിരുന്നു, ഒരു സന്തോഷം പറഞ്ഞതേ ഇല്ല, എന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു സന്തോഷം സമാധാനം ഇല്ലാത്തായിരുന്നു എന്നുള്ള രീതിക്കും പറഞ്ഞു. അനീഷ് തീരെ നന്നല്ല ഈ ക്യാപ്റ്റൻസി ടാസ്ക്, ഇത്രയും കാലത്തേക്കാളും ഏറ്റവും മോശമായിരുന്നു എന്നുള്ള രീതിക്കും കുറേ പറയുന്നുണ്ടായിരുന്നു അനീഷ് അനുമോൾക്കൊന്നും പറഞ്ഞിട്ട് മതിയാവുന്നില്ല, ആ രീതിക്കാണ് ഇവരുടെ ഓരോരോ ഒപ്പീനിയൻ പറയുന്നത്. പിന്നെ ഷാനവാസ് പ്രത്യേകം പറഞ്ഞു, അനുമോളിനെയും ഷാനവാസിനെയും നിറയെ പണി കൊടുക്കാൻ വേണ്ടി ഇവർ ചെയ്യുക എന്നല്ലാണ്ട് ഇവർക്ക് എന്ത് പണി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ മെയിൻ എയിം എന്നല്ലാണ്ട് ഈ ക്യാപ്റ്റൻസി ടാസ്ക് നന്നായിട്ട് ചെയ്യണം എന്നുള്ളതൊന്നും അവർക്ക് ഇല്ല എന്നുള്ള രീതിക്കാണ് ഷാനവാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു. അത് ശരി തന്നെയല്ലേ, ഇവർക്ക് എന്താ അവർക്ക് പണി കൊടുക്കുക, ഇവർക്ക് സുഖമായി കഴിക്കുക, ഇതൊക്കെയായിരുന്നല്ലോ ഇവരുടെ ക്യാപ്റ്റൻസി ടാസ്ക്. പിന്നെ ജയിൽ നോമിനേഷന് ആരിനെ ഇടേണ്ടത് എന്നുള്ള രീതിക്ക് അവിടെ ജയിൽ നോമിനേഷനായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഒപ്പീനിയൻ പറയണത് ഫസ്റ്റ് നെവിനെയാണ് എല്ലാവരും പറയുന്നത്, എന്നിട്ട് അക്ബറിനെയും. ആർക്കും ഇവിടെ നെവിൻ വേണ്ട, എന്ത് തന്നെയാണെങ്കിലും നെവിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ എന്താണെങ്കിലും നെവിൻ പുറത്ത് പോകും ഈ ആഴ്ച എന്ന് തന്നെയാണ് കൺഫേമായിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ. പക്ഷേ നെവിനല്ല അവിടെ പുറത്ത് പോയത്. അത്ര പേര് വോട്ട് ചെയ്തത് നെവിനെയും അക്ബറിനെയും ആയിരുന്നു അവിടെ വോട്ട് ചെയ്തത് ജയിൽ നോമിനേഷൻ കേട്ടോ. എന്നിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും നെവിൻ പോകും തന്നെയാണ് വിചാരിച്ചത്, നെവിനല്ല പോയത്, ആര്യനാണ് പോയത്. ലാലേട്ടൻ പറയുകയാണ്, ഈ ആഴ്ചത്തെ മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല അത്ര, ഇത്രയും കാലത്ത് എല്ലാം കൂടി ചേർന്നിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ആര്യൻ പുറത്തേക്ക് പോകുന്നത് എന്ന്, എന്താ എലിമിനേഷൻ ചെയ്യുന്നത്, എന്താ സംഭവം. പിന്നെ അവർക്ക് വേണം വെച്ച് എന്തോ ആവുമല്ലോ അവിടെ, ആരിനെ വേണമെങ്കിലും കൊണ്ടുപോവുക, ആരിനെ വേണമെങ്കിലും ഇരുത്താം. അത് ബിഗ് ബോസും അവിടെ ലാലേട്ടനും തീരുമാനിച്ചു പറഞ്ഞാൽ അവിടെ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ വെറും കാണുന്നവർ വെറും പൊട്ടന്മാരാണ്, അത്ര തന്നെ. നെവിൻ എന്താ അറിയുക ചെയ്തത്, പുറത്ത് അയക്കാത്തത് കൊണ്ട് നെവിനൊരു എക്സ്ട്രാ പണിഷ്മെൻറ്റ് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് അത്ര. എന്താ അറിയോ, പൈസ ബാഗുണ്ടല്ലോ, മണി ബാഗ് വരുമ്പോൾ നെവിൻ എടുക്കാൻ പാടില്ല അത്ര. നെവിൻ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്, പൈസ വന്നു പറഞ്ഞു അതെന്തായാലും എടുക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു നെവിൻ ഇരുന്നത് തന്നെ. അപ്പോൾ അതാണ് ലാലേട്ടൻ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പണിഷ്മെൻറ്റ് കൊടുത്തത് ആ സമയത്ത് മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല, അതെന്ത് വേണമെങ്കിലും മാറാം. നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നുമല്ല അവിടെ കളിക്കുന്നതും പുറത്തയക്കുന്നതും ഒന്നും. നമ്മൾ ആര്യൻ അത്രയും നന്നായിട്ട് കളിച്ചു വന്നതായിരുന്നു ആര്യൻ, പക്ഷെ ആര്യൻ പോകുന്ന തീരെയും പ്രതീക്ഷിച്ചില്ല. സാബുമോനാണെങ്കിൽ ആര്യനേക്കാളും പിന്നെ സാബുമോൻ അവിടെ നിൽക്കുന്നതിന് പോവായിരുന്നു, സാബുമോനെങ്കിലും പുറത്തേക്ക് വിടായിരുന്നു നമുക്കവിടെ ഫീലായത്. അത്രയും നന്നായി കളിക്കുന്ന കുട്ടിയാണ് ആര്യൻ എവിക്റ്റായപ്പോൾ ഭയങ്കര അൺഫെയർ ആയിരുന്നു ഈ ബിഗ് ബോസിൻ്റെ ഓരോരോ തീരുമാനങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. തീരെ ഇഷ്ടപ്പെട്ടില്ല, നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ, അവരുടെ തീരുമാനമല്ലേ. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്കും സപ്പോർട്ടും ചെയ്യുക. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ആരും തന്നെ വെളിയിൽ വരുന്നുള്ളതേ പ്രതീക്ഷിച്ചില്ല. എന്ത് തന്നെയാണെങ്കിലും നെവിനായിരിക്കും പുറത്ത് പോകുക എന്നാണ് വിചാരിച്ചത്, നെവിൻ്റെ ഈ ഒരാഴ്ചത്തെ ആക്ടിവിറ്റീസ് കണ്ടിട്ട്. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ കാണുക ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ. വീണ്ടും നാളെ കാണാം. ബൈ.